വായിച്ച സങ്കീർത്തന ഭാഗം 103 സങ്കീർത്തനത്തിൻ്റെ ഒരു തുടർച്ചയായ സങ്കീർത്തനമാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ അങ്ങ് ഏറ്റവും വലിയവൻ. എന്തുകൊണ്ടാണ് ദൈവത്തെ വാഴ്ത്തുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ ഓരോന്നായി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. ഈ ദൈവം നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ഭൂമിയെ, ആ ഭൂമിയിലുള്ളതിനെ എത്ര മനോഹരമായി ക്രമീകരിച്ച്, അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ ഓരോന്നിനും വേണ്ടുന്നത് കൊടുത്ത് എൻ്റെ ദൈവം പരിപാലിച്ചും കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്? ഒന്ന് സൃഷ്ടിക്കുക മാത്രമല്ല, ആ സൃഷ്ടികൾക്ക് വേണ്ടുന്നതെന്തോ അതിങ്ങനെ ക്രമമായും കൃത്യമായും ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മുടെ ദൈവം ശക്തനാണ്. പ്രൈസലോ. മനുഷ്യൻ്റെ കാര്യം അറിയാമല്ലോ, ഭയങ്കര ശാസ്ത്രീയ നേട്ടമൊക്കെ ഉണ്ട്, അത് സത്യമാണ്. എന്നാൽ ഇവിടെ നിന്നങ്ങ് പോയാൽ, കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളിലല്ല. സ്തോത്രം. ഇവിടെ നിന്ന് അത് വിട്ടത് അവിടെ എത്തിയ ഭാഗ്യം. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഹൃദയം ഇടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, 1 2 3 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ എത്തി, അത് ആ ലക്ഷ്യത്തിൽ അത് എത്തിച്ചേർന്നു എന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അതുവരെ ഇങ്ങനെ ഹൃദയം അടക്കി പിടിച്ചിരിക്കുകയാണ്, എങ്ങാനും താഴെ വരുമോ, ഇനി അവിടെ എത്തി അതിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഇതെവിടെ പോകുന്നു എന്നുള്ളതൊക്കെ വിഷയമാണ്. സ്തോത്രം. എൻ്റെ ചെറുപ്പകാലത്തൊരു ഭയമുണ്ടായിരുന്നു. ഈ സ്കൈലാബ് എന്ന് പറഞ്ഞൊരു വിട്ട ഒരു ഉപഗ്രഹം, ഇത് എവിടെ വീഴുമെന്ന് ആളുകൾ ഇങ്ങനെ പേടിച്ച് നടക്കുകയായിരുന്നു അന്ന്. സ്തോത്രം. നമ്മുടെ തലമുറയിലെങ്ങാനും ഇത് വന്ന് വീണാലുള്ള ഗതികേട്. അങ്ങനെയൊന്നും ഒരു ഗ്രഹവും വീഴാത്തതിനായിട്ട് സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ദൈവം സൃഷ്ടിച്ചത്, ആക്കി വെച്ചത്, അതിനെ സൃഷ്ടിക്കാൻ മാത്രമല്ല, അതിനെ നിലനിർത്തി വേണ്ടുന്ന തരത്തിൽ മുന്നോട്ട് നയിക്കാനും ദൈവത്തിനറിയാം. തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നി ജ്വാലയെ തൻ്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ, എന്താണോ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ, ദൈവത്തിന് അതൊന്നും അസാധ്യമല്ല. അഗ്നി ജ്വാലയെ ശുശ്രൂഷകന്മാരാക്കി നിർത്താൻ ആർക്ക് പറ്റും? സ്തോത്രം. കാറ്റിനെ ദൂതന്മാരാക്കി മാറ്റാൻ ആർക്ക് പറ്റും? സ്തോത്രം. ഇതൊന്നും മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല. എന്നാൽ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത തരത്തിലാണ് ദൈവം തൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 5-ാമത്തെ വാക്യം, അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് മൂടി. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി. നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരതിര് ഇട്ടു. സൃഷ്ടിയുടെ 1-2 ഭാഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ദൈവത്തിന് പറ്റിയെങ്കിൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. സ്തോത്രം. ദൈവമക്കളെ, ഭൂമിയെ നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന ചരിത്രത്തിനും അപ്പുറമായി ഭൂമിക്കൊരു ചരിത്രമുണ്ടെന്ന് നമുക്കറിയാം. ദൂതന്മാരും മറ്റ് അന്നെന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കത്ര വ്യക്തമല്ല. എങ്കിലും ഒരു വലിയ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. പാപം നിമിത്തം ആ ഭൂമി നശിപ്പിക്കപ്പെട്ടു. സ്തോത്രം. യെശയ്യാവ് 45:18 വായിക്കുന്നത്, ദൈവം ഭൂമിയെ പാർപ്പിനാണ് സൃഷ്ടിച്ചത്, അല്ലാതെ പാഴും ശൂന്യവുമായിട്ടല്ല സൃഷ്ടിച്ചത്. സ്തോത്രം. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം
അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ നിർമ്മിച്ചത്. എന്നാൽ ആ ഭൂമിയാണ് പാഴും ശൂന്യവുമായി മാറിയത്. വെള്ളം നിറഞ്ഞത്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ മീതെ വെള്ളം കയറി, ഇരുട്ടുണ്ടായി. അങ്ങനെ ഭൂമി വളരെ നാളുകൾ കഴിഞ്ഞു. സ്തോത്രം. ഇതാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പര്യവേഷണം നടത്തുമ്പോൾ കിട്ടുന്ന പല വസ്തുക്കൾ ഇത്ര കോടി വർഷം പഴക്കമുണ്ട്. അതുമാത്രമല്ല, പെട്രോളിയം, അന്ന് ഇതിനടിയിൽ അകപ്പെട്ടു പോയ ഈ മരങ്ങൾ, അന്നത്തെ വല്ലാത്ത ജീവജാലങ്ങൾ, ദിനോസറുകൾ, പ്രോണ്ടറോസറുകൾ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ മനുഷ്യൻ അതിൻ്റെ വലിയ ഇതൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളാണ്. ഇതെല്ലാം അകത്തായിപ്പോയി. പിന്നെ ഈ ഭൂമിയുടെ കാര്യം നമ്മളങ്ങോട്ട് ചിന്തിച്ചാൽ നമുക്കിതൊന്നും നമ്മുടെ ഈ തലയ്ക്കകത്ത് ഒതുങ്ങാത്ത സാധനമാണ്. നമുക്കൊരു ഭൂമിയുണ്ട്. ആ ഭൂമി സൂര്യനെ ചുറ്റുന്നു. കുറച്ച് ഗ്രഹങ്ങളുമായിട്ടൊരു സോളാർ സിസ്റ്റം എന്ന് നമുക്കറിയാം. അതൊന്ന്. എന്നാൽ രാത്രി ആകാശത്തിലേക്ക് നോക്കിയാൽ ഈ നക്ഷത്രം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം സോളാർ സിസ്റ്റമാണ്. ഈ സൂര്യനും ഭൂമിയും ഉൾപ്പെടുന്ന ഒരു സൗരയൂഥം, ഒരു സോളാർ സിസ്റ്റം പോലെയുള്ള കുറേ സൂര്യന്മാരെയാണ് നമ്മൾ ഈ കാണുന്നത്. നക്ഷത്രമെന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അതെല്ലാം വലിപ്പമുള്ള, ഈ നമ്മുടെ സൂര്യനേക്കാളും വലിപ്പമുള്ള കുറേ സൂര്യന്മാരും അതിനുള്ളതായ കുറേ സിസ്റ്റങ്ങളുമാണ്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന പേരാണ് ഗാലക്സി, ആകാശഗംഗ. ഈ മുകളിലോട്ട് നോക്കണം രാത്രി, എത്ര സോളാർ സിസ്റ്റം ഉണ്ടെന്ന്. അതാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, അങ്ങോട്ട് എണ്ണി നോക്ക്, എണ്ണാൻ പറ്റാത്ത സൗരയൂഥം. ഇതിലാരെങ്കിലുമൊക്കെ ഇനി വേറെ ജീവജാലങ്ങളുണ്ടോ? അപ്പം നമുക്ക് ആകപ്പാടെ കാണാൻ പറ്റുന്നത് ഏതിനെ മാത്രമേ ഉള്ളൂ? ഈ സൂര്യനെ. സൂര്യൻ നമ്മുടെ സൂര്യൻ്റെ പേരാണ്. നക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തൂക്കി ഈ ക്രിസ്മസിനിടുന്ന നക്ഷത്രം എന്നാണ് ധരിക്കരുത്, അതല്ല, അത് സൂര്യൻ തന്നെയാണ്. വലിയ സൂര്യന്മാരാണ്. അതെല്ലാം കൂടെ ചേരുന്ന ഒരു പേരാണ് നമ്മുടെ ഈ ഗാലക്സി. അങ്ങനെ ഇഷ്ടം പോലെ ഗാലക്സി ഉണ്ടെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്ങാനും ഈ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഈ സോളാർ സിസ്റ്റം ഒന്നും, അതുപോലെ ഈ കാണുന്ന എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത കുറേ അധികം സോളാർ സിസ്റ്റം എല്ലാം കൂടെ ചേരുന്ന ഈ ഗാലക്സി പോലെ ഇഷ്ടം പോലെ ഗാലക്സി ഉണ്ടെന്ന്. സ്തോത്രം. അതാണ് കവി പാടിയത്, അനന്തമജ്ഞാതം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിയും. നമ്മളിതിൻ്റെ ഏതോ ഒരു മൂലയ്ക്കിരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അളക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ കാഴ്ചയ്ക്കും അപ്പുറമായി പരന്നു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഇത്ര വലിയ പ്രപഞ്ചത്തിൽ നോക്കൂ, അതിലേറ്റവും ചെറിയ ഒന്നിൽ, അതിലെങ്ങാണ്ടൊരിടത്തിരിക്കുന്ന എന്നെ എൻ്റെ ദൈവത്തിന് അറിയാമെങ്കിൽ, എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ഇത്രയും ഭയങ്കരമായ, ഇത്രയും വിശാലമായ, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത തരത്തിൽ പരന്നു കിടക്കുന്ന ഈ വല്ലാത്ത ഈ ഗാലക്സിയിൽ, അതിനും അപ്പുറമായ ഗാലക്സികളുടെ കൂട്ടത്തിൽ ഇതിലെവിടെയെങ്കിലും നമ്മളെ കാണാൻ പറ്റുമോ? സ്തോത്രം. പക്ഷേ അവിടെയും നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്.
എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഹല്ലേലൂയ. എൻ്റെ സർവ്വ അന്തരംഗവുമേ ആ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ്റെ വേദന എന്തെന്നറിഞ്ഞ്, എൻ്റെ ഭാരം എന്തെന്നറിഞ്ഞ്, എൻ്റെ അവസ്ഥ എന്തെന്നറിഞ്ഞ് അതിന് തക്കവണ്ണം ദൈവത്തിന് കരുണ തോന്നി നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന എത്ര പേർക്ക് സ്തോത്രമുണ്ട്? നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഓരോരുത്തരുടെയും പേരുകൾ പോലും വ്യക്തമായി നിർണയമുള്ള അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഭൂമിക്കൊരു അടിസ്ഥാനമുണ്ട്. നോക്കിയാലൊന്നും ഇല്ല എങ്കിലും തമ്പുരാൻ അതിനെ ഒരല്പം ചരിച്ച്, സയൻസിൽ പഠിക്കുന്നത് പോലെ അതൊരിക്കലും അതിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് മാറാതെ, എന്നാൽ കാണുമ്പോൾ ഒരു അച്ചുതണ്ട് ഇല്ലതാനും. പ്രൈസലോ. നമ്മളിവിടെ ഒരു വീട് വയ്ക്കുമ്പോൾ പെടുന്ന പാട് അല്ലേ? സ്തോത്രം. ഒരു 3-4 നിലയിൽ കൂടിയ വീടൊക്കെ ആണെങ്കിൽ പിന്നെ അതിന് പൈലിംഗ് നടത്തി, സ്തോത്രം, എന്തൊക്കെ ഉറപ്പിച്ചാണ് നമ്മൾ നിർത്തുന്നത്. തമ്പുരാൻ പറഞ്ഞു, നീ അവിടെ നിന്നോ. അത് മാത്രമല്ല, ഇതെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന പ്രപഞ്ചത്തിനായി സ്തോത്രം. ഈ രണ്ടാമത്തെ ഈ ഭൂമിയെ പിന്നെയും ഒന്ന് പുനർസൃഷ്ടിക്കുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ, അന്നുണ്ടായിരുന്ന മലകളൊക്കെ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അപ്പം നേരത്തെ അങ്ങനെ ആയിരുന്നു. ഈ സമുദ്രമെല്ലാം അതിന് ഉള്ള സ്ഥലത്തൊക്കെ ആയിരുന്നു. പക്ഷേ അത് കയറി വന്നിരുന്നു. പിന്നെയും ദൈവം അതിനോട് കൽപ്പിച്ചപ്പോൾ അത് പഴയ സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അപ്പോൾ പലതും കൽപ്പിക്കാത്ത സ്ഥലങ്ങളിലേക്ക് കയറി വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ അനുസരണക്കേടാണ്. സ്തോത്രം. അത് മടങ്ങിപ്പോകാൻ ദൈവവാക്കിന് മാത്രമേ സാധിക്കൂ. അവയ്ക്ക് കടന്നു കൂടാത്ത ഒരതിര് ഇട്ടു. ഏതാണ് കടന്നുകൂടാത്ത അതിര്? മണല്. ഇത്രയും വലിയ വെള്ളത്തെ കെട്ടി നിർത്തിയിരിക്കുന്നത് മണൽ. അത് ചിന്തിക്കാൻ പറ്റുമോ? സ്തോത്രം. ഒരു മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ഇവിടെ മനുഷ്യനാകപ്പാടെ 4 ജില്ലകൾ ഒഴുകും, 5 ജില്ലകൾ ഒഴുകും എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ഈ സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ എങ്ങാണ്ടടുത്ത് വല്ലതും ഉണ്ടോ? മനുഷ്യൻ കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. അവൻ പറയുന്നു അത് പൊട്ടും. തമിഴ്നാട് പറയുന്നു പൊട്ടുകയില്ല, അത് ഇനിയും നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വാദമാണ്. അത് കേസ് കോടതി നടക്കുകയാണ്. ഇനി അത് പൊട്ടിയതിന് ശേഷമെങ്കിലും വിധി വരുമോ എന്നുള്ളതാണ് നമുക്കറിയാനുള്ള കാര്യം. സ്തോത്രം. അതിനിപ്പുറത്തൊരു ഇടുക്കി ഡാമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, മുല്ലപ്പെരിയാർ ഡാം, ഇതെല്ലാം പെരിയാർ നദിയുടെ ഓരോ ഡാമുകളാണ്. കുറേയധികം ഡാമുകളുണ്ട് ഈ പെരിയാർ നദിയിൽ. അതിൽ ഈ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ. അത് കഴിഞ്ഞുള്ള ഡാമാണ് ഇടുക്കി ആർക്ക് ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം. ഒരു 3 ഡാം കൂടെ ചേർന്നൊരു വലിയ ജലസംഭരണിയാണ്. അവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിനാകെ ഇലക്ട്രിസിറ്റി വരുന്നത്. അപ്പോൾ ഈ 3 ഡാം, 2 എണ്ണം അടുത്തടുത്താണ്, ചെറുതോണിയും ഈ ആർക്ക് ഡാമും. ഭയങ്കര ഡാമുകളാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. സ്തോത്രം. അപ്പോൾ അപ്പുറത്തൊരു ഇത് 3 കൂടെ ചേർത്ത് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അവർ പറയുന്നത്, ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് പൊട്ടി വെള്ളം വന്നാൽ ആ വെള്ളമെല്ലാം നേരെ വരുന്നത് ഈ റിസർവോയറിലേക്കാണ്. അപ്പോൾ ഇതിലേതാനും ഒന്ന് പൊട്ടിയാൽ പിന്നെ ആകെ കുഴപ്പമാണ്. സ്തോത്രം. ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴുമാണ് ആ ഡാം തുറക്കുന്നത്. കഴിഞ്ഞ ഒരു വെള്ളപ്പൊക്ക സമയത്ത് അത് കുറേ ദിവസം അങ്ങനെ തുറന്നു വിട്ടിരുന്നതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഓർക്കുമ്പോൾ ഈ സമുദ്രത്തെ ഒന്ന് നോക്കണം. ആ മണൽ കൊണ്ട് ഒരു സിമൻറ്റ് പോലും ഇല്ല. നമ്മളെ പിള്ളേരെടുത്ത് വെച്ച് കൂന കൂട്ടുന്ന ഈ മണൽ വെച്ച്
തമ്പുരാൻ പറഞ്ഞു, നീ എല്ലാം അവിടെ കിടന്നോ. സ്തോത്രം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇഞ്ഞ് കയറി വന്നോ മനുഷ്യൻ്റെ ഇതൊക്കെ കാണുമ്പോൾ, എങ്കിലും തിരിച്ച് നീ അങ്ങ് പൊയ്ക്കോണം. സ്തോത്രം. അപ്പോൾ ഈ ബീച്ചിലൊക്കെ ചെന്ന് നിന്നിട്ട് കാറ്റ് കൊള്ളുമ്പോൾ ഈ ഒരു കാര്യവും കൂടെ ഒന്ന് ഓർക്കണം. ഓ ദൈവമേ, ഈ മണൽ കൊണ്ട് ഡാം കെട്ടിയിട്ടിരിക്കുന്ന എൻ്റെ ജീവൻ പോകാതെ നിർത്തിയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്തുകാർക്കൊക്കെ എവിടെ നോക്കിയാലും വെള്ളം കയറിയാൽ നമ്മുടെ കാര്യം. സ്തോത്രം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ബീച്ചിൽ ചെന്ന് നിന്നിട്ട് അവിടെ ചെന്ന് കാറ്റുകൊണ്ട് വെള്ളം മാത്രം നനയരുത്, ഈ മണലും കൊണ്ട് അതിരിട്ടിരിക്കുന്ന ഡാം കെട്ടിയിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. നിസ്സാരമെന്ന് തോന്നുന്ന മനുഷ്യനെ കൊണ്ട് അതൊന്നിനും കൊള്ളുകയില്ല എന്ന് തോന്നുന്നതിനെ കൊണ്ട് അത്ഭുതകരമായ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളതാണ്. ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും കൊണ്ട് ഒന്നിനും തൃപ്തി വരികയില്ല. ഒരു കുഞ്ഞിന് പോലും അത് തൃപ്തി വരുത്താൻ പറ്റുന്നതല്ല എന്നുള്ളതിനെ കൊണ്ട് അനേകരെ പോഷിപ്പിക്കുന്ന എൻ്റെ ദൈവം. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എൻ്റെ കയ്യിലുള്ളത് ചുരുക്കമാണ്, എൻ്റെ കയ്യിലുള്ളത് ഒന്നിനും തികയാത്തതാണ്, എൻ്റെ ബുദ്ധി ചെറുതാണ്, എൻ്റെ കഴിവുകൾ അപര്യാപ്തമാണ് എന്നൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നു എങ്കിൽ, ഈ വാക്ക് കേൾക്കുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു. എൻ്റെ ദൈവം നിങ്ങളെ ഉപയോഗിച്ച, എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ ഒരു ആയുധമായി നിങ്ങൾ മാറിയ, നിന്നെ കൊണ്ട് നമ്മെ കൊണ്ട് ഏത് അസാധ്യകാര്യവാ, ഏത് വലിയ കാര്യവും ചെയ്യിപ്പിക്കുക എൻ്റെ ദൈവശക്തനെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഒന്ന് ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. എൻ്റെ ശരീരം ബലഹീനമാണ്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും എന്നെ കൊണ്ട് നമ്മെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കുക എൻ്റെ ദൈവം മതിയായവൻ. ഹല്ലേലൂയ. അവൻ തൻ്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു, ഭൂമിക്ക് തൻ്റെ പ്രവർത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു. ഓ, ഭൂമി ഭയങ്കര തൃപ്തിയുള്ള ഭൂമിയാണ്. താഴോട്ട് വായിക്കുന്നു 16-ാമത്തെ വാക്യത്തിൽ, യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു. അടുത്ത ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. അപ്പോൾ കുഴിമുയലുകൾ, അതുപോലെ കാട്ടാടുകൾ, അതിനൊക്കെ ശരണമായിരിക്കുന്നത് എന്താണ്? ഉയർന്ന മലകൾ. സ്തോത്രം. അതിനെക്കുറിച്ചൊരു വാക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഈ കാട്ടാടിനെ കണ്ടിട്ടുണ്ടല്ലോ, ഇതെവിടെ നിൽക്കുന്നതെന്നറിയാമോ? ഓ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നും. കീഴ്ക്കാൻ തൂക്കായ പാറയിൽ അത് മലയല്ല, കീഴ്ക്കാൻ തൂക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 90 ഡിഗ്രിയിൽ വെട്ടി നിർത്തിയിരിക്കുന്ന പാറ, അതിലെങ്ങാണ്ട് ഒരു ഗ്രിപ്പിൽ വെച്ച് ഈ കാട്ടാടുകൾ ഇങ്ങനെ നിൽക്കുന്നെന്ന് മാത്രമല്ല, ഇതിങ്ങനെ ഡൈവ് ചെയ്ത് പോകുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കണ്ടു, അതിലെ കുറേ ചെന്നായ്ക്കൾ അങ്ങ് അപ്പുറത്ത് നിന്ന് ഈ ഒരു കാടിനെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇവൻ ഇവിടെ ഒരിടത്ത് നിന്ന് അങ്ങനെ നിൽക്കുകയാണ്. കാരണം അതിന് താഴോട്ട് ഇറങ്ങി വരാൻ വയ്യ, അത് താഴെ ഇറങ്ങിയാൽ താഴെ വീണ് പോക്കാണ്. അപ്പോൾ ഇതിന് ഉയർന്ന മലകൾ കാട്ടാടുകൾക്ക് ഒരു സങ്കേതമാണ്. സ്തോത്രം. നമ്മൾ കണ്ടാൽ നമുക്ക് അപ്പം തന്നെ കാലി വിറച്ച് നമ്മൾ താഴെ വീഴും. നമുക്ക് സമതലമേ പറ്റുള്ളൂ, സമതലത്തെ നിൽക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ഈ കീഴ്ക്കാൻ തൂക്കായ, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ശരീരത്തിൻ്റെ ഘടനയൊക്കെ അങ്ങനെയെന്നാണ്. അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ അതിനറിയാം. ഓ, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിപ്പേ. ഈ ആർക്കും നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് അത് കാട്ടാടിൻ്റെയൊക്കെ വണ്ണം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ മെലിഞ്ഞല്ല ഇരിക്കുന്ന ഈ സാധനങ്ങൾ. ഇനെന്ത് തിന്നാൻ കിട്ടുമോ അതിനിടയിൽ നിന്ന്? അതിനെന്തെങ്കിലും ഒരു അല്പം ഒരു പുല്ല് കിട്ടി അതും മതി. അതിലെല്ലാം വൈറ്റമിനും ഉണ്ട്.
എനിക്ക് തോന്നുന്നു ഈ ബഹിരാകാശത്ത് പോകുമ്പോൾ ഇവിടെ നിന്ന് മട്ടനും ചിക്കനും അല്ലല്ലോ കൊണ്ടുപോകുന്നത്, ചെറിയ ക്യാപ്സ്യൂൾ. ഇതുപോലെ തമ്പുരാൻ ഒരു ചെടിയുടെ ഒരു കൊണ്ട കടിച്ചാൽ, സ്തോത്രം, മനുഷ്യനൊരു പാഠമാണ്. ഈ വലിച്ചു വാരിയിട്ടെല്ലാം കിട്ടിയാലേ എനിക്ക് തൃപ്തി വരൂ എന്നൊക്കെ നോക്കിയിരിക്കുന്ന മനുഷ്യനോട് തമ്പുരാൻ പറയുന്നു, അല്പമേ വേണ്ടൂ. എത്ര പേർക്ക് സ്തോത്രം പറയാ. നീ ഈ വലിച്ചു വാരിയിട്ട് അത് വേണോ ഇത് വേണോ എന്ന് പറഞ്ഞ് 200 പേജ് ബുക്ക് എത്ര എണ്ണം കഴിഞ്ഞു എഴുതി വെച്ച്? തൃപ്തിയുണ്ടോ? തൃപ്തിയുണ്ടോ? ഇത്രയൊന്നും വേണ്ട, അല്പമേ വേണ്ടൂ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ. ദൈവം തരുന്നത് മതി, ദൈവം തരുന്നത് മതി. ഹല്ലേലൂയ. ഈ കാട്ടാടുകൾ, പ്രൈസ് ദി ലോർഡ്, കുഴിമുയലുകൾ, ദേവദാരുക്കൾ, ഇതിനെല്ലാം ദൈവം കൊടുക്കുന്നത് കൊണ്ട് തൃപ്തി വരുന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമുക്കും തൃപ്തി വരുത്തുന്നതൊക്കെ എൻ്റെ ദൈവം തന്നിട്ടുണ്ട്. അതറിയാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. ദൈവത്തിൽ അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. ലോകമോഹങ്ങൾ ഇതെല്ലാം വാരി വലിച്ചെടുക്കാനുള്ള ആർത്തി, അതിനെല്ലാം വിട്ട് തൃപ്തരാ സന്തോഷത്തോടെ ജീവിക്കാൻ ഈ ചിന്തകൾ നമുക്ക് കരുത്ത് പകരട്ടെ. എൻ്റെ തൃപ്തിക്ക് സ്തോത്രം. അവര് ആനയാണെങ്കിൽ ഇഷ്ടം പോലെ കഴിച്ചോട്ടെ, നിനക്ക് ഈ ഒരു കൊണ്ട മതി. തൃപ്തി വന്നാൽ പോരെ. എത്ര പേർക്ക് സ്തോത്രം പറയാം. കാട്ടാടുകൾക്കും കുഴിമുയലുകൾക്കും ദേവദാരുക്കൾക്കും ഒക്കെ തൃപ്തി വരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും തൃപ്തി വരുത്തുമെന്നല്ല, വരുത്താൻ വേണ്ടിയതൊക്കെ തന്നിട്ടുണ്ട്. അതനുഭവിച്ച് തൃപ്തരായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് കാണുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കണം. ഇത്രയും ചെറുതുകൊണ്ട് ഇതിനെല്ലാം ദൈവം തൃപ്തി വരുത്തി നടത്തുന്നു എങ്കിൽ നമ്മയെല്ലാം സന്തോഷത്വം. അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകാശത്തിലെ പറവകളെ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല കളപ്പുരകളിൽ, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, അവയുടെ പിതാവല്ല, നിങ്ങളുടെ പിതാവ് അവയെ പോറ്റുന്നു, പുലർത്തുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, ഹല്ലേലൂയ, അല്പവിശ്വാസികളെ, നിങ്ങളെ എത്ര അധികം, എത്ര പേർക്ക് സ്തോത്രം പറയാ, നിങ്ങളെ എത്ര അധികം നടത്തുവാ ഈ ദൈവം വിശ്വസ്തനാ. അതിൽ നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാം. എൻ മനമേ യഹോവയെ ഇങ്ങനെ നടത്താൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ ദൈവമെന്നറിഞ്ഞ് നമുക്കകത്ത് ദൈവത്തിൽ ഉറപ്പുള്ളവരായി ദൈവത്തെ സ്തുതിച്ചു മുന്നേറുവാൻ ആ തിരുവെഴുത്തുകൾ അനുഗ്രഹമാകട്ടെ. ദൈവത്തിന് സ്തോത്രം.